ഹലോ നമസ്കാരം. സക്സസ് ബേസ്ഡ് 10ാം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയൊരു കാര്യമാണ്. പഞ്ചവർഷ പദ്ധതിയുടെ ഏറ്റവും ബേസായ കാര്യങ്ങൾ നോക്കിയായിരുന്നു. നമ്മൾ ഇന്ന് നോക്കുന്ന ഒന്നാം പഞ്ചവർഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിന് കൂടുതലായി പ്രതീക്ഷിക്കാവുന്ന മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ്. നമ്മൾ എല്ലാ പഞ്ചവർഷ പദ്ധതി കഴിഞ്ഞതിന് ശേഷം, അതായത് 12 പഞ്ചവർഷ പദ്ധതി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓട്ടിച്ചതുകൂടി നമ്മൾ ഒരു റിവിഷൻ നടത്തുന്നതായിരിക്കും. നമ്മൾ ഓരോ പഞ്ചവർഷ പദ്ധതിയും ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം കണ്ടിന്യൂസ് 12 ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ 12 വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 12 ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം കറക്റ്റായി ഫോളോ ചെയ്ത് വരിക. അപ്പൊ ഒന്നാം പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഒന്നാം പഞ്ചവർഷ പദ്ധതിയുടെ കാലഘട്ടമാണെങ്കിൽ 1951 ഏപ്രിൽ 1 മുതൽ 1956 വരെയാണ് നമ്മുടെ ഒന്നാം പദ്ധതിയുടെ കാലഘട്ടം. അപ്പൊ കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 വരെയാണ്. ഈ ഒന്നാം പദ്ധതി അറിയപ്പെട്ട പേരുകളാണ് കാർഷിക പദ്ധതി എന്നും ഹരോൾഡ് ഡോമർ മാതൃക എന്നും അറിയപ്പെട്ട പദ്ധതിയാണ് ഒന്നാം പദ്ധതി. അപ്പൊ കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയാണെങ്കിൽ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഒന്നാം പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. അവതരിപ്പിച്ച വർഷമാണ് 1951 ഡിസംബർ മാസമാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഈ പാർലമെന്റിൽ ഒന്നാം പദ്ധതിയെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. ആ ഒന്നാം പദ്ധതിയുടെ ഒന്നാം പഞ്ചവർഷ പദ്ധതിക്ക് അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദ. പദ്ധതി അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആ പദ്ധതിയുടെ ഉപാധ്യക്ഷനാണെങ്കിൽ ഗുൽസാരിലാൽ നന്ദയാണ്. ആ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി ചോദിച്ചാലും ഈ പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയ മലയാളിയും ആര് തന്നെയാണ്? KN രാജ്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയ മലയാളി, പിന്നിൽ പ്രവർത്തിച്ച മലയാളി ചോദിച്ചാലും ആരാണ്? KN രാജാണ്. ആ ഒന്നാം പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ ചോദിച്ചാൽ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, അതുപോലെ ഗതാഗതം, വിലസ്ഥിരത. 5 മേഖലകൾക്കാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ഊന്നൽ നൽകുന്നത്. അപ്പൊ ഏതൊക്കെ മേഖലകൾക്കാണ്? നമ്മുടെ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഗതാഗതം, വിലസ്ഥിരതയാണ്. അപ്പൊ ഒന്നാമതൊരു കാലഘട്ടം ചോദിച്ചാൽ 1951 ഏപ്രിൽ 1 മുതൽ 1956 വരെയാണ്. ആ പദ്ധതി അറിയപ്പെട്ട പേരുകളാണ് കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. ആ ഒന്നാം പദ്ധതി പാർലമെന്റ് അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആ പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയ മലയാളി KN രാജ്. പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഗതാഗതം, വിലസ്ഥിരതയാണ്. ഈ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഓരോ പദ്ധതിക്കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, ഏതെല്ലാം ജലസേചന പദ്ധതികൾ ചോദിച്ചാൽ ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലി. മനസ്സിലാക്കണം. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പ്രധാന ജലസേചന പദ്ധതി ചോദിച്ചാൽ ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലിയാണ്. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചായിരുന്നു ഈ പദ്ധതി അല്ലെങ്കിൽ ജലസേചന പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചു ചോദിച്ചാൽ രണ്ടാം പഞ്ചവർഷ പദ്ധതി കാലഘട്ടമാണ്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇത് പ്രഖ്യാപിക്കപ്പെടുകയും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലി എന്നിവയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതി ചോദിച്ചാൽ എന്നതാണ്? ജലസേചന പദ്ധതിയാണ്. ആ ജലസേചന പദ്ധതി ഏതെല്ലാം ഉൾപ്പെടുന്നു? ഹിരാക്കുഡ്, ബക്രാനങ്കൽ, ദാമോദർ വാലിയാണ്. ഈ പദ്ധതി നടപ്പിലാക്കിയ മറ്റു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് CSO. നമുക്കറിയാം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇപ്പൊ എങ്ങനെ അറിയപ്പെടുന്നു? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നറിയപ്പെടുന്നു. ആ CSO ഏത് പദ്ധതി കാലത്താണ് ചോദിച്ചാൽ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ആ CSO വന്ന വർഷമാണ് 1951. ആ ഒന്നാം പദ്ധതികൾ നടപ്പിലാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് CDP. നമുക്കറിയാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഏത് വർഷമാണ്? 1952. അടുത്ത നാലാമത് കാര്യം പറയുന്നുണ്ട് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. സ്ഥാപിതമായതും ഏതു പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്? നമ്മുടെ ഒന്നാം പദ്ധതി കാലഘട്ടത്താണ്. നടപ്പിലാക്കിയ വർഷം 1952. 3 കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയും, ശ്രദ്ധയോടെ കേൾക്കുക. അതായത് നമ്മുടെ ഒന്നാം പഞ്ചവർഷ പദ്ധതി കാലഘട്ടം നടപ്പിലാക്കിയ ഒരു പ്രധാന നിലവിൽ വന്ന ഒരു പ്രധാന സംഭവമാണ് നമ്മുടെ CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഏത് വർഷം? 1951 ആണ്. രണ്ടാമതാണെങ്കിൽ CDP,
കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952. മൂന്നാമത് വന്നാണ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയും. 1952 ഒന്നാം പദ്ധതി കാലഘട്ടത്താണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇനി മനസ്സിലാക്കാൻ ഇമ്പോർട്ടന്റ് ആണ് അഞ്ചാമത് കാര്യം, അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് മുതലിയാർ കമ്മീഷന് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനായ മുതലിയാർ കമ്മീഷന് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് മുതലിയാർ കമ്മീഷനാണ്. ഓക്കെ, ആ മുതലിയാർ കമ്മീഷൻ രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ നമ്മുടെ ഒന്നാം പദ്ധതിയാണ്. ആറാമതാണെങ്കിൽ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഈ പദ്ധതി കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. 1953 രൂപം നൽകുന്നത്. അതുപോലെ ഏഴാമതാണ് നമുക്കറിയുന്ന ഇമ്പോർട്ടന്റ് ആണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതായിരിക്കും? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1953 ഡിസംബർ 28 നമ്മുടെ UGC സ്ഥാപിതമാകുന്നത്. ഏത് പദ്ധതി കാലഘട്ടത്താണ്? ഒന്നാം പദ്ധതി കാലഘട്ടത്താണ്. അപ്പൊ ഏഴും ഓക്കെയാണ്. എട്ടാമത് പറയുന്നുണ്ട് നമ്മുടെ 5 IIT-കൾക്ക് രൂപം നൽകിയ, അല്ലെങ്കിൽ അതിന് എന്താ പറയാ, ആ 5 IIT-കൾക്ക് നമ്മുടെ 5 IIT പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. 5 IIT-കൾ സ്ഥാപിതമാകുന്ന അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് 1954 മുതൽ 64. ഈ 54 to 64 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയില് 5 IIT-കൾ വരുന്നത്. എവിടേക്കാണ് ചോദിച്ചാൽ നമ്മുടെ കാൺപൂർ ഒന്ന് പറയുന്നു, കാൺപൂർ, ഗോരഖ്പൂർ, മുംബൈ, അതുപോലെ മദ്രാസ്, ഡൽഹി. കാൺപൂർ, ഗോരഖ്പൂർ എന്നൂടെ പറയാം. കാൺപൂർ, ഗോരഖ്പൂർ, ബോംബെ, മദ്രാസ്, ഡൽഹി എന്നീ പ്രദേശങ്ങളിലാണ് നമ്മുടെ 5 IIT-കൾ സ്ഥാപിതമാകുന്നത്. ഈ 5 IIT-കൾ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ എട്ടാമത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു ചോദിച്ചാൽ നമുക്കറിയാം 5 IIT-കൾ. ഈ 5 IIT-കൾ പ്രാബല്യത്തിൽ വരുന്ന കാലഘട്ടം ചോദിച്ചാൽ ഏതാണ്? 1954 to 1964. ഈ 64 വരെ, 54 to 64 വരെ 5 IIT-കൾ സ്ഥാപിതമാകുന്നു. 5 പ്രഖ്യാപിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. എവിടെയെല്ലാം ആണ് ചോദിച്ചാൽ ശ്രദ്ധയോടെ കേൾക്കൂ. അതായത് കാൺപൂർ, ഗോരഖ്പൂർ, മുംബൈ, മദ്രാസ്, ഡൽഹി എന്നിവിടങ്ങളാണ് 5 IIT-കൾ സ്ഥാപിതമാകുന്നത്. ഇനി അടുത്ത 9ാമത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അതായത് ഒന്നാം പദ്ധതി കാലഘട്ടത്ത് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പ്രധാന പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഏത് വർഷമാണ്? 1955. അടുത്ത ഇമ്പോർട്ടന്റ് പറയുന്നു, 10ാമത് നടപ്പിലാക്കിയ പ്രധാന ഒരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നുണ്ട്. കാർവേ കമ്മിറ്റി വരും. ഈ കാർവേ കമ്മിറ്റിക്ക് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ കാർവേ കമ്മിറ്റി എന്തിനാണ് സ്ഥാപിതം, അല്ലെങ്കിൽ എന്തിനാണ് അതിനെ നിയമിച്ചു ചോദിച്ചാല് ചെറുകിട വ്യവസായങ്ങളെയും കുടിൽ വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കാനായി നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ആ കാർവേ കമ്മിറ്റിക്ക് രൂപം നൽകിയ വർഷം എപ്പോൾ ചോദിച്ചാൽ 1955. ഓക്കെ, അപ്പൊ ഇത് 10 കാര്യം ഒന്നുകൂടി പറയാം. അതിനു മുമ്പായിട്ട് ഈ ഒന്നാം പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കാണെങ്കിൽ 2.1%, കൈവരിച്ച വളർച്ചാ നിരക്കാണെങ്കിൽ 3.6%. ഓക്കെ, ലക്ഷ്യമാണെങ്കിൽ 2.1 ആണെങ്കിൽ കൈവരിച്ചത് 3.6%. ഓക്കെ, ഈ പദ്ധതിക്കായി അടങ്കൽ തുകയായി പ്രഖ്യാപിച്ചത്, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുക എന്ന് ചോദിച്ചാൽ 2069 കോടി രൂപയാണെങ്കിൽ ആ പദ്ധതിക്കായി ചെലവായതാണെങ്കിൽ 2378 കോടി രൂപയാണ്. മനസ്സിലാക്കണം, ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അടങ്കൽ തുകയായി പ്രഖ്യാപിച്ചത് 2069 കോടി രൂപയാണെങ്കിൽ അതിന്റെ ചെലവായ തുക എത്രയാണ്? 2378 കോടി രൂപയാണ്. ഈ 10 കാര്യങ്ങൾ ഒന്നുകൂടി വേഗം റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് ഒന്ന് ജലസേചന പദ്ധതി, ഹിരാക്കുഡ്, ബക്രാനഗർ, ദാമോദർവാലയാണെങ്കിൽ. 2 CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് പദ്ധതി കാലത്ത് നടപ്പിലാക്കി ചോദിച്ചാൽ ഒന്നാം പദ്ധതി കാലഘട്ടത്താണ്. അതുപോലെ കമ്മ്യൂണിറ്റി
ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഒന്നാം പദ്ധതി നടപ്പിലാക്കുന്നു. അടുത്താണെങ്കിൽ NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഒന്നാം പദ്ധതി നടപ്പിലാക്കുന്നു. അടുത്താണെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് മുതലിയാർ കമ്മീഷന് രൂപം നൽകിയ പദ്ധതിയാണെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിന് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ചോദിച്ചാലും ഇവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 5 IIT-കൾക്ക് രൂപം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ 5 IIT-കൾ എവിടെയെല്ലാം സ്ഥാപിതമായി ചോദിച്ചാൽ ഇവിടെ കാൺപൂർ, ഗോരഖ്പൂർ, ബോംബെ, മദ്രാസ്, ഡൽഹി എന്നിവിടങ്ങളിലാണ്. 1954 മുതൽ 64 വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് 9ാമത് നമ്മുടെ കേരളത്തിൽ ഒന്നാം പദ്ധതിക്കാർ നടപ്പിലാക്കിയ കേരളത്തിലെ പ്രധാന പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 ആണെങ്കിൽ 10ാമത് കാർവേ കമ്മിറ്റി, ചെറുകിട കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് പഠിക്കാനായി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. ആ കാർവേ കമ്മിറ്റി 55-ലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ പ്രഖ്യാപിച്ച ഏത് പദ്ധതിക്കാരത്തെ ചോദിച്ചാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ആ ഒന്നാം പദ്ധതി ലക്ഷ്യം വെച്ച് വളർച്ചാ നിരക്ക് 2.1% കൈവരിക്കുന്നത് 3.6%. പ്രഖ്യാപിക്കപ്പെട്ട അടങ്കൽ തുകയാണെങ്കിൽ 2069 കോടി രൂപയാണെങ്കിൽ അതിന് ചെലവായ തുക എത്ര വെച്ചാൽ 2378 കോടി രൂപയാണ്. ഒന്നാം പദ്ധതി വളരെ സിമ്പിൾ ആയി വേഗം പറഞ്ഞു പോയിട്ടുണ്ട്. നന്നായി പഠിച്ചു പോകാം. ഓക്കെ.